നെന്മാറയിലേക്ക് പോകുന്നു. ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹം ആ പോത്തുണ്ടിയിലെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ പൊതുദർശനം തുടരുകയാണ്. അല്പസമയത്തിനകം മക്കളെ അവിടേക്ക് കൊണ്ടുവരും. ആ മക്കളുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് പോത്തുണ്ടിയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് കൊണ്ടുവന്നത്. ധാരാളം ആളുകൾ, നാട്ടുകാരാകെ അവിടേക്ക് എത്തുകയാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഈ അതിക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് അവരാരും, ആ നാട് ഇതുവരെ മുക്തരായിട്ടില്ല. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ആശങ്ക വലിയ ആശങ്കയായി തന്നെ തുടരുകയാണ്. കാരണം ഇയാൾ അതിക്രൂരനായ കൊലപാതകിയാണ്. ഒരു തുടർച്ചയായ കൊലപാതകങ്ങൾ ചെയ്യുന്നയാളാണ്. അയാൾ വീണ്ടും ആളുകളെ കൊല്ലാൻ തയ്യാറെടുത്ത് നടക്കുന്നയാളാണ്. അത്തരം ഒരാൾ കാണാമറയത്ത് ഒളിവിലുണ്ട് എന്നത് ആ നാടിനെ ആകെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പോലീസ് സംഘങ്ങളായി തിരിഞ്ഞ് 24 മണിക്കൂറിലേറെയായി തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ഒരു സൂചനയുമില്ല. കാട്ടിലും മലയിലും ജലാശയങ്ങളിലും അതിർത്തിക്കപ്പുറവും ഒക്കെ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി പോലീസ് നടത്തിയ തെരച്ചിൽ ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നതും ഒരാശങ്കയായി നാട്ടുകാർക്കിടയിലുണ്ട്. വീണ്ടും സൂരജ് സജിയിലേക്ക് പോകുന്നു. സൂരജ്, എത്ര സമയം പൊതുദർശനം ഉണ്ടാകും? മക്കളെ അവിടേക്ക് എപ്പോഴായിരിക്കും കൊണ്ടുവരിക? സംസ്കാര ചടങ്ങുകൾ എവിടെയാണ്? വിജയകുമാർ, അല്പസമയം കൂടി പൊതുദർശന ചടങ്ങുകൾ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതായത് മകൾ അഖിലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത വീട്ടിലാണ്, തൊട്ടടുത്ത ഒരു അയൽവാസിയുടെ വീട്ടിലാണ് ഈ മക്കളെല്ലാവരും തന്നെ ഉള്ളത്. രാവിലെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും അറിഞ്ഞതോടുകൂടിയാണ് മകളടക്കമുള്ളവർ ഈ സമീപത്തെ വീട്ടിലേക്ക് എത്തിയത്. കുട്ടി ഇന്നലെ ഈ സംഭവത്തിന് ശേഷം മക്കളെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, ഈ നാടിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ തീരാ നോവായി ഈ രണ്ടുപേരുടെ വേർപാട് മാറുന്നു എന്നുള്ളതാണ്. 2018 ഈ കുടുംബത്തിൽ ആദ്യം ഒരു കൊലപാതകം ഈ ചെന്താമര നടത്തുന്നത്. അന്ന് ഈ നാടിനെ സംബന്ധിച്ച് അവരുടെ ഈ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ നടുക്കത്തിലേക്ക് അന്ന് ഈ നാട് വീണുപോയതാണ്, വഴുതി വീണതാണ്. പിന്നീട് ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സുധാകരനാകട്ടെ, സുധാകരന്റെ അമ്മ ലക്ഷ്മിയാകട്ടെ, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, അന്ന് സുധാകരന്റെ മകളൊക്കെ ചെറിയ പ്രായമാണ്, അപ്പോൾ ആ കുട്ടികളെ ഉൾപ്പെടെ ഈ നാട് ഒന്നാകെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ജീവിതത്തിലേക്ക് അവരെ എല്ലാവരെയും മടക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നാട് ചേർത്ത് നിർത്തിയ 2 മനുഷ്യജീവനുകളാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു തീരാ നോവായി മാറുന്നു. ഇന്നലെ രാത്രിയെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ നാട്ടുകാർ ഈ മരണത്തെ തുടർന്ന് അവർക്കുണ്ടായ എത്രമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സങ്കടമാണത് എന്ന് ഇന്നലെ രാത്രി നമ്മൾ പ്രകടമാകുന്നത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ഈ പ്രതിയെ തിരഞ്ഞ് നാട്ടുകാർ തന്നെ ഇറങ്ങുന്നു. അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. അവരുടെ സങ്കടവും ദേഷ്യവും എല്ലാം അവർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ ഇന്നലെ പല കുറി കണ്ടതാണ്. ഇന്നും ശക്തമായ പ്രതിഷേധം അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് കണ്ടതാണ്. ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്തും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരെ സംബന്ധിച്ച് ആ സങ്കടം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഏറെ വേദനയോടെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മക്കളുടെ ആഗ്രഹം, പ്രത്യേകിച്ച് അഖിലയുടെ ആഗ്രഹമായിരുന്നു അച്ഛനെയും അച്ഛമ്മയെയും അവസാനമായി ഈ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നത് ഇവരുടെ ഏതെങ്കിലും ബന്ധുവീട്ടിൽ, അതായത് കുറച്ച് മാറി നെന്മാറയിൽ തന്നെ അല്പം മാറി ഒരു ബന്ധുവിന്റെ വീടുണ്ട്, അവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ട ആലോചനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മക്കൾക്ക് ഈ മൃതദേഹം, അച്ഛന്റെയും അച്ഛമ്മയുടെയും മൃതദേഹം അവസാനമായി വീട്ടിലെത്തിക്കണമെന്ന് അഖിലയ്ക്കും അതുപോലെ തന്നെ ചേച്ചിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അഖില തന്റെ നിലപാടിൽ ഉറച്ചു നിന്നോട്. ശരി സൂരജ്, എന്തായാലും സൂരജ് പറഞ്ഞതുപോലെ ഇപ്പോൾ സുധാകരന്റെ ഭാര്യ നേരത്തെ ഈ ചെന്താമര തന്നെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സജിതയുടെ മരണത്തിന് ശേഷം ആ കുടുംബം ഒരു സാധാരണ ജീവിതത്തിലേക്ക് നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടെയും വരികയായിരുന്നു. ആ കുട്ടികളൊക്കെ അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വലിയ ഷോക്കായി ഈ ക്രൂര കൊലപാതകം. ആ കുടുംബത്തിന് മാത്രമല്ല നാടിന് തന്നെ വലിയ കനത്ത ആഘാതമാണ്. ആ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നത് വലിയ ആശങ്കയായി ആ നാട്ടുകാരുടെ ഇടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. രണ്ടുപേരുടെയും, സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹം പൊതുദർശനത്തിന് ആ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അതിക്രൂരമാണ് കൊലപാതകം. രണ്ടുപേരുടെയും ശരീരത്ത് 10-നും 20-നും ഇടയിൽ വലിയ മുറിവുകളുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുമൊക്കെ പരാമർശിക്കുന്നത്.